യം അഗ്നയേ നമ. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളും 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഉത്രാടം നക്ഷത്രത്തെ 4 പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാം പാദം 266 ഡിഗ്രി മുതൽ 269 ഡിഗ്രി വരെ ധനു രാശി. ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. സ്വഭാവം വികാസം എന്നുള്ളതാണ് അവരുടെ ഒരു സ്വഭാവം. എല്ലാ കാര്യങ്ങളും വികസിപ്പിക്കുക എന്നുള്ളതായിരിക്കും. രണ്ടാം പാദം 270 ഡിഗ്രി മുതൽ 273 ഡിഗ്രി വരെ മകരൻ രാശി. ഭരണം ശനിയാണ്. സ്വഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുക, അറിയിക്കുക എന്നൊക്കെയുള്ളതാണ്. മൂന്നാം പാദം 273 ഡിഗ്രി മുതൽ 276 ഡിഗ്രി വരെ മകരൻ രാശി. സ്വഭാവം സഹകരണം, എല്ലാ കാര്യങ്ങളും സഹകരിക്കുക, എല്ലാ കാര്യത്തിലോടും സഹകരിക്കുക എന്നുള്ളതാണ്. നാലാം പാദം 276 ഡിഗ്രി മുതൽ 280 ഡിഗ്രി വരെ മകരൻ രാശി. ഭരിക്കുന്ന ഗ്രഹം ശനിയാണ്. സ്വഭാവം ബാലൻസിങ് ആണ്. എല്ലാ കാര്യങ്ങളുമായി ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതായിരിക്കും അവരുടേതായ ഒരു സ്വഭാവം. ഈ നക്ഷത്രത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാളീശ്വരൻ എന്ന ഒരു ദേവതയുടെ ഈ നക്ഷത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. കാമധേനു ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷനാണ്. ശനീശ്വരൻ, ഗണപതി, ഇതൊക്കെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷനിലുണ്ടാവും. ഇവർക്ക് മൂക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. മൂക്കൊരു അല്പം വലിപ്പം കൂടുതലോ വണ്ണം കൂടുതലോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഇവരുടെ മൂക്കിനുണ്ടാവും. ഇവർ കഴിവതും ഈ മലമുകളിൽ ഇരിക്കുന്ന ശിവനെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ പല പ്രശ്നങ്ങളും മാറുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ ഈ നക്ഷത്രം പൊതുവെ ഒരു ഗുരുശാപമുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് ഇവരെ ഒരു കാരണവശാലും അധ്യാപകരായിരിക്കുന്ന ആളുകളോ ഗുരുക്കന്മാരായിരിക്കുന്ന ആളുകളെയോ അല്ലെ ഗുരുസ്ഥാനീയരായിട്ടൊക്കെയുള്ള ജ്ഞാനമുള്ള ബ്രാഹ്മണ ആചാര്യന്മാർ, ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇവർ കുറ്റം പറയാനോ ശപിക്കാനോ ഒന്നും ദേഷ്യപ്പെടാനോ ഒന്നും ഇവർ ചെയ്യരുത്. അതൊക്കെ ഇവർക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ്. പിന്നെ ഭഗവാന് ഈശ്വരന് ഇവർ ക്ഷേത്രത്തിൽ തേൻ അഭിഷേകമൊക്കെ കഴിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. അമ്പലങ്ങളിലൊക്കെ ഇവർ ചെന്താമരപ്പൂവ് സമർപ്പിക്കുന്നതും വഴിപാടൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഒരു മുഖമുള്ള രുദ്രാക്ഷം ഇവർ സൂക്ഷിക്കുന്നതും ധരിക്കുന്നതുമൊക്കെ ഇവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ 12 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതും സൂക്ഷിക്കുന്നതുമൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവരുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ഒരു പ്രത്യേക രീതിയിലൊക്കെ ആയിരിക്കും ഒരു മുടിയൊക്കെ ചീകി വെക്കുന്നതോ അല്ലെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെക്കും. പിന്നെ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ശുഭകർമ്മങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കുന്നതൊക്കെ ഇവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവർക്ക് ഇടത് കൈക്ക് ശക്തി കൂടുതലായിരിക്കും. വലത് കൈയെ അപേക്ഷിച്ചുകൊണ്ട് ഇടത് കൈക്ക് ശക്തി ഉണ്ടായിരിക്കും ഇവർക്ക്. പിന്നെ ഇവരുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പശു വളർത്തുന്നതൊക്കെ ഇവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. വാച്ച് കെട്ടുന്നതിനോടും മോതിരം ഇടുന്നതിനോടൊക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും. ആനയോട് ഈ നക്ഷത്രക്കാർക്കൊരു താല്പര്യം ഉണ്ടാവും. വണ്ടിയോടൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. ഗോതമ്പ് ഇവർക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും.
പിന്നെ ഇവർക്ക് ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്. ഇവർ ജോലി ചെയ്യുന്ന എപ്പോഴും കൂട്ടമായിട്ട് നിന്ന് ജോലി ചെയ്യാനൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഇവരുടെ ഭൂമി ഈ താമസമില്ലാതെ കിടക്കുന്ന ഭൂമി, ഇത് കാലിയായിട്ട് കിടക്കുന്ന ഭൂമികളൊക്കെ വാങ്ങിച്ചിടാനൊക്കെ ഇവർക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവും. തരിശ് ഭൂമി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഭൂമികളൊക്കെ ഇവർ വാങ്ങുമെന്ന്. ഇവർ വളരെ വെൽ പ്ലാനിങ് ഉള്ള ആൾക്കാരാണ്. മുൻകൂട്ടി കണ്ടുകൊണ്ട് പല ഭൂമികളുമൊക്കെ ഇവർ വാങ്ങിച്ചിടും. പിന്നെ ഇവർക്ക് അച്ഛനും അമ്മയും വിട്ടുപോകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ട്. ഫാമിലിയിൽ നിന്ന് ഇവർ മാറി നിൽക്കാനോ അച്ഛന് മാറാനോ അമ്മ മാറാനോ ഒക്കെ ഇവർക്ക് പൊതുവേ ഒരു താല്പര്യം ഉണ്ടാവും. മാതാപിതാക്കളോട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു തർക്കം ഉണ്ടാവും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ മാതാപിതാക്കളോട് ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. ഇവർ പൊതുവേ വീട് വിട്ടു പോകുവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കൂടുതലാണ്. വിവാഹം കഴിഞ്ഞാൽ ഇവർ ഭാര്യയുടെ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഭാര്യയെ വീട്ടിൽ താമസിക്കുകയോ ഒക്കെ ഉണ്ടാവും. ഭാര്യയുടെ അമ്മായിയമ്മയെ ഇവർ സ്വന്തം അമ്മയെപ്പോലെ കാണും. സ്വന്തം അമ്മയോട് താല്പര്യം കുറവാണെങ്കിലും ഭാര്യയുടെ അമ്മയോടൊക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യം, സ്ത്രീകൾക്കാണെങ്കിൽ നേരെ തിരിച്ചുണ്ടാവാം. ഇവർക്ക് പിന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളോടൊക്കെ പൊതുവെ താല്പര്യം കുറവായിരിക്കും. എന്നാൽ രാഷ്ട്രീയക്കാരോടൊക്കെ ഇവർക്ക് ബന്ധങ്ങളും കണക്ഷൻസും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടാവും. സമൂഹത്തിലൊക്കെ ആണെങ്കിലും പൊതുവെ നല്ല പദവിയിലൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണവിശേഷങ്ങളൊക്കെ ഇവർക്ക് പറയാം. പിന്നെ ഇവരെ പൊതുവെ ശത്രുവാക്കുന്നത് പൊതുവെ നല്ലതായിരിക്കത്തില്ല. ഇവരെ ശത്രുവാക്കിക്കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലും തിരിച്ച് ശക്തമായ രീതിയിൽ അവർ പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത. പിന്നെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ആണെങ്കിലും തയ്യൽ മിഷനോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ തയ്യലിനോടൊക്കെ ഇവർക്കൊക്കെ ഒരു പൊതുവെ ഒരു താല്പര്യം കാണും. വസ്ത്രങ്ങൾ നിർമ്മാണ സംബന്ധമായിട്ടൊക്കെയുള്ള കണക്ഷൻസൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ ഇവരുടെ വീടിനടുത്തൊക്കെയും ചില വയലുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ പൊതുവെ കൂടുതലാണ്. വയലിനോടൊക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പുരാണ കഥകളൊക്കെ, ഈ മഹാഭാരത കഥകളൊക്കെ കേൾക്കാൻ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ മഞ്ഞൾ ഇതിനോടൊക്കെ ഇവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചായ കുടിക്കുമ്പോൾ ഇവരതിനകത്ത് മഞ്ഞളിട്ട് കുടിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. പിന്നെ ഭവനത്തിലെയൊക്കെ ഒരു മൂത്ത കുട്ടിയായിട്ടായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ ജനിക്കാനുള്ള സാധ്യതകളുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് ഗണപതിയുമായൊരു ബന്ധമുള്ളത് കൊണ്ട് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. നാൽക്കാലികളെയൊക്കെ വളർത്തുന്നതൊക്കെയും ഇവരുടെ നെഗറ്റീവ് റേഡിയേഷനൊക്കെ മാറുന്നതിന് നല്ലതാണ്. പിന്നെ ഇവർക്ക് സ്വന്തം സ്വത്തിനോട് ഒരല്പം താല്പര്യം കാണും. പിന്നെ ഈ ചില ആൾക്കാരൊക്കെ, ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെയും അല്പം പറ്റിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പറ്റിക്കപ്പെടാനും പറ്റിക്കുവാനുമുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയാണ്. അതൊക്കെ ഈ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്പം പിടിവാശിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും. മാരിയമ്മൻ കോവിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവരുടെ പിടിവാശികളൊക്കെ കുറയുന്നതിന് നല്ലതാണ്. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഇവർക്ക് എപ്പോഴും കേടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ കേടായി കഴിഞ്ഞാൽ അന്നേരം ഇവർക്ക് മനസ്സിലാക്കാം ഇവർക്ക് എന്തോ ദോഷം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കാം. ഇവർക്ക് മിക്കപ്പോഴും ഇവരുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. സോപ്പ്, തേപ്പ് പെട്ടി, പിന്നെ അമൃത കുംഭം ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷനാണ്. ഇവർക്ക് പിന്നെ ഇന്ന ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആ ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് ആ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും നല്ലത്. ഇവർക്ക് ഒരു ഫുഡ് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട, അത് കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതിരിക്കുന്ന നല്ലത്. ഇവർക്ക് അങ്ങനെ ഒരു നാവിന് അങ്ങനെ ഒരു റേഡിയേഷൻ, ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഫുഡിനകത്ത് നെഗറ്റീവ് ഊർജം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഒരു വീട്ടിലാണെങ്കിലും ഈ ഫുഡ് കഴിക്കണ്ട എന്ന് ഇവർ പറഞ്ഞാൽ ആ ഫുഡ് ആ വീട്ടിലുള്ള ആൾക്കാർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവൽപ്പൊതിയുമായി ഈ നക്ഷത്രത്തിന് റേഡിയേഷൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ഇവർ അവൽ ദാനം ചെയ്യുന്നതൊക്കെ
നല്ലതാണ്. നദിയുടെ കര, അപ്പോൾ ഇവരൊക്കെ നദിയുടെ കരയിലൊക്കെ പോയിരിക്കാനും ഒക്കെ ഇവർക്കൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ കൂടുതലായിട്ടും തത്വശാസ്ത്രം പറയുന്നവരായിരിക്കും. അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ പഠിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് കാര്യത്തിനും ഇവർക്കൊരു തത്വം പറയുന്ന ആൾക്കാരായിരിക്കും. ഗീത പഠിക്കുന്നതിനോടൊക്കെയും അങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ പഠിക്കുന്നതിനോടൊക്കെ നക്ഷത്രക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. അത് പഠിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ ഒരു ആകർഷണ ശക്തിയുള്ള നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് ഇവരുടെ മുഖത്ത് നോക്കി ഇയാൾ തന്നെ ഒരു പ്രത്യേകമായ ഒരു അട്രാക്ഷൻ ഈ നക്ഷത്രക്കാരോടുണ്ടാവും. പിന്നെ ഇവരെന്ത് കാര്യവും മുഖത്ത് നോക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ഒരു പൊതുവെ അങ്ങനെയുള്ള ടെൻഡൻസി, അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുക എന്നൊന്നും ഇവർ പൊതുവെ ചിന്തിക്കാറില്ല. പിന്നെ ആനയുടെ മുഖം ഇവരുടെ ഒരു സിംബോളിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർ വീട്ടിൽ ആനയുടെ പടമൊക്കെ വെക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ കീച്ചൈനായിട്ട് ആനയുടെ രൂപമൊക്കെ വെക്കുന്നത് ഇവർക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖമൊക്കെ ഒരു വിടർന്ന വികസിച്ച മുഖമായിരിക്കും. പിന്നെ ഇവരുടെ അരഭാഗത്ത് എന്തെങ്കിലും ഒരു ചില അടയാളങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇത് മുറിവോ ഓപ്പറേഷൻ ചെയ്ത പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരുടെ അരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇവരുടെ കൈകളിലൊക്കെ ഒരു തഴമ്പ് ഒക്കെ ഉണ്ടാവും. കൈയൊക്കെ ഒരു ഉറച്ച കൈയൊക്കെ ആയിരിക്കും ഇവരുടേത്. നെയ്യ്, തൈര് ഇതൊക്കെ ഇവർ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ പ്രോബ്ലംസ് പോലെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർ ഗുരുശാപം ഉള്ള നക്ഷത്രക്കാർ. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും ഒക്കെ ദാനം കൊടുക്കുന്നു, അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് പൊതുവെ കുട്ടികൾ സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താമസിച്ച് കുട്ടികൾ ജനിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള സന്തതി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയാണ്. അല്ല കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമമോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതിന് പരിഹാരമായി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഇവർക്ക് പൊതുവെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. ഞരമ്പ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് വരാം. പൊതുവെ ഒരു ഭക്ഷണത്തോടൊക്കെ ഒരല്പം താല്പര്യമൊക്കെ ഉള്ള നക്ഷത്രക്കാരായിരിക്കും. പിന്നെ ഇവർക്ക് പൂർവിക സ്വത്ത് കുറയാനുള്ള, കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില ടെൻഡൻസികളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ ഇവരുടെ കൂട്ടുകാർ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർ കഴിവതും ഈ നാടിൻ്റെയൊക്കെ ഒരു ബോർഡറിലൊക്കെ താമസിക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നതും ഒക്കെ ഒരു സ്ഥലത്തിൻ്റെ ബോർഡർ ഭാഗത്തായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വലുതായതിന് ശേഷം ഇവർ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കും. ചെറുപ്പത്തിൽ പഠിച്ച് കഴിഞ്ഞാലും കുറച്ചുകൂടെ ഏജ് ആയി വരുമ്പോഴേക്കും ഇവർ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ചില മലയുടെയൊക്കെ അടിവാരത്തൊക്കെ പോയിരിക്കാനൊക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യം കാണും. ഇവരുടെ കുടുംബത്തൊക്കെയാണെങ്കിൽ ചില രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ ബന്ധമോ ഒക്കെ ഇവരുടെ അച്ഛൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുമെന്നാണ്. പിന്നെ ഇവരുടെ ഫാമിലിയിൽ കാലിനോ കൈക്കോ പ്രശ്നമുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ കണ്ണ് കാണാൻ വയ്യാത്തവരോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ചെവി കേൾക്കാൻ പാടില്ലാത്തവരോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇവർക്ക് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ പാരയായിട്ട് തീരും, ആണുങ്ങളെക്കാട്ടിലുപരി. ആണുങ്ങൾക്കും സ്ത്രീകൾ എതിരെ വരാനുള്ള സാധ്യതകളും സ്ത്രീകൾ ശത്രുസ്ഥാനത്ത് വരാനൊക്കെയുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ ഇവർ പൊതുവെ ചെറുപ്പത്തിലൊക്കെ ഒരല്പം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. ലേറ്റായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരമൊക്കെ ഇവർക്കുണ്ടാകുന്നത്. പിന്നെ മരുന്നുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവർ മരുന്ന് കഴിക്കാനുള്ള സാധ്യതകളൊക്കെ പൊതുവെ കൂടുതലായിരിക്കും. മരുന്നുമായി ബന്ധമുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് പുണ്യമാണ്. മരുന്ന് മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുക, അല്ലെ മെഡിസിൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ പൊതുവെ ഇവർക്ക് നട്ടലിന് ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
പിന്നെ എല്ലാ കാര്യങ്ങളും ഇവർ വലിയ സാമർഥ്യക്കാരായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും ഇവർ കണ്ടുപിടിക്കാനൊക്കെ വളരെ പാടായിരിക്കും. ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടായാൽ പോലും അത് മറ്റുള്ളവർ കണ്ടെത്താനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവരെ സംസാരിച്ച് തോൽപ്പിക്കാനുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വീട്ടുകാർക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഈ നക്ഷത്രക്കാർ പൊതുവെ സാധ്യതകളുണ്ട്. ചില ബഹളവും കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടാക്കുമെന്ന. ഇവരുടെ പാരമ്പര്യത്തിലൊക്കെ എന്തെങ്കിലും ദൈവതുല്യം ആയി കാണുന്ന ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു ഈശ്വര തലത്തിലേക്ക് വളർന്ന ആളുകളോ അല്ലെങ്കിൽ കുടുംബ അമ്പലങ്ങളോ ഒക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. പിന്നെ ഇവർ വെള്ളത്തിൽ സംബന്ധമായിട്ടുള്ള ഭയങ്ങളുണ്ട്. അപ്പം വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയണമെന്ന്. അതൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പല്ലിന്, ചെവിക്ക്, ഇതൊക്കെ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇവർക്ക് മറ്റുള്ളവരെ സഹായം ചെയ്യുവാനൊക്കെ പൊതുവെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ കലകൾ പഠിക്കാനൊക്കെ ഇവർക്ക് സാധ്യതകളുണ്ട്. കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സാധ്യതകളും താല്പര്യമൊക്കെ ഇവർക്കുണ്ടാവും. ഇവർക്ക് പിന്നെ ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടിലും ഉപരി ഈ നാട്ടുമരുന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് പൊതുവെ കുറച്ചുകൂടെ നല്ലത്. ചെറുപ്പത്തിൽ തന്നെ ഇവരെന്തെങ്കിലും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളും വഴികളും ഒക്കെ ഇവർ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള കുറേ സാധ്യതകളുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഇവർ പൊതുവെ ദൈവത്തെ പോലെ കാണും ഭർത്താവിനെ. പക്ഷേ ഇവരെ നന്നായിട്ട് കെയർ ചെയ്യണം. അങ്ങനെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പാർട്ട്ണറെ നന്നായിട്ട് ഇവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവരെ ശ്രദ്ധിക്കാതെയോ ഇവരെ ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതേപോലെ തന്നെ അവരെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ എപ്പോഴും കെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്പം മടിയൊക്കെ ഉള്ള പ്രകൃതമൊക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട്. ഇവരുടെ നാവ് അല്പം ദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ദോഷവാക്കുകൾ പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുക, ചീത്ത വാക്കുകളൊക്കെ പറയാനുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് പൊതുവെ ചെറിയ പ്രായത്തിൽ തന്നെ കാണാം. പിന്നെ ഇവർക്ക് ചിലപ്പോൾ അല്പം മേക്കപ്പിനോടൊക്കെ ഒരല്പം താല്പര്യമൊക്കെ കാണും. പൊതുവേ ഇവർക്ക് കിട്ടുന്ന പാർട്ട്ണറൊക്കെ പൊതുവെ നല്ല ഒരു ഗുണമുള്ള ആൾക്കാരാവാനുള്ള സാധ്യതകളാണ് പൊതുവെ കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഇവർക്ക് വാസ്തുപൂജ ഒക്കെ ചെയ്യുന്നതൊക്കെ ഇവരുടെ വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. നന്നായിട്ട് വാസ്തു കൈകാര്യമൊക്കെ ചെയ്തിട്ട് വേണം ഇവർ വീട് വെക്കാനും ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് വാസ്തു സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വരാം. പിന്നെ ഇവർക്ക് തിന്മ ചെയ്യുന്ന, ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, പൂരിട്ടാതി, രേവതി, മകയിരം, പുണർതം, ആയില്യം, ചിത്തിര, തൃക്കേട്ട. ഈ നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് ദോഷമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇവർക്കുണ്ടെങ്കിൽ അത് പൊതുവെ പ്രശ്നങ്ങളായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം, ഉത്രട്ടാതി, തിരുവാതിര, പൂയം, മകം, ഉത്രം, അത്തം, മൂലം, പൂരാടം. ഈ നക്ഷത്രക്കാർക്കൊക്കെ ഇവർക്ക് പൊതുവെ ഗുണമുണ്ടാവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്നതും പാർട്ട്ണറൊക്കെയും വരുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. പിന്നെ ഇവർക്ക് നല്ല പ്ലാന്റർ മൈൻഡായിരിക്കും, പ്ലാൻ സെറ്റൊക്കെ ഉള്ളവരായിരിക്കും ഇവർ. മൊബൈൽ ഫോണിനോടൊക്കെ ഒരല്പം താല്പര്യമൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. ടി വി കാണുക, അങ്ങനെയൊക്കെയുള്ള താല്പര്യമൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് ഒന്നിലധികം ടാലൻ്റ് ഉണ്ടാകും, മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും ഇവർക്ക്. സേവന മനോഭാവമൊക്കെ പൊതുവെ ഇവർക്കുണ്ടാവും. പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുന്നതാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതൊക്കെ ഇവർക്ക് പുണ്യം കിട്ടാൻ നല്ലതാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുക, ഇവർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വാച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതൊക്കെ ഇവരുടെ പുണ്യം വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇവർക്ക് വഴക്കുണ്ടാക്കിയാൽ ഇവർ അവരോട് മിണ്ടാൻ ഒരു താല്പര്യവും കാണത്തില്ല. ഇവർക്ക് ആരോടെങ്കിലും വഴക്കോ വിദ്വേഷമോ പിണക്കോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് ക്ഷമിക്കാനും ഒന്നും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവരോട് സഹകരിക്കാനൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഈ നക്ഷത്രത്തെ പറ്റി പറയണം. പിന്നെ ഈ 2025 എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പൊതുവെ ഇവർക്ക് ഫുഡ് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസുകൾ വരാൻ സാധ്യതകളുണ്ട്. അതൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ഫുഡ് റിലേറ്റഡായിട്ട് ഉള്ള ഫുഡ് പോയ്സൺ പോലെയുള്ള വിഷമങ്ങളുണ്ടാകാം. ഫുഡ് കഴിച്ചിട്ട് ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്.
വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കലഹങ്ങൾ പോലെയുള്ള ചില പ്രശ്നങ്ങളോ കാര്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കുടുംബ പാർട്ട്ണറിൽ നിന്നൊക്കെ ഉണ്ടാകാം. ജോലി സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയണം. സാമ്പത്തിക മേഖലകളൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്ന ഒരു മേഖലകളായിരിക്കും. ധനം നമുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ക്രയവിക്രയങ്ങൾ സംഭവിക്കുക, കൊടുക്കൽ വാങ്ങൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പൊതുവെ ചെറിയ സാഹചര്യങ്ങളൊക്കെ 2025 ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ജീവിതങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെയും ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമസ്ഥിതികളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഇവർക്ക് 2025 ഉണ്ടാകുന്നത്. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കുന്നതൊക്കെയും ഇവരുടെ ദോഷങ്ങൾക്കുള്ള കാഠിന്യങ്ങൾ കുറയാനായിട്ട് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. എല്ലാ ആളുകൾക്കും നല്ല അനുഭവങ്ങളും ഗുണങ്ങളും ഉണ്ടാവട്ടെ. നല്ല ജീവിത അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് നന്മയും സമാധാനവും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.